ഹലോ ഗായ്സ്, ഇടുക്കിലും ഇടുക്കി ടു ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്താണ് ചന്ദനവും തിരിയായിട്ട് നിൽക്കണമെന്നായിരിക്കും അല്ലേ. ഞാൻ ഒറ്റക്കൊമ്പൻ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ സരസ്വതി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരത്ത് പരിചയപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ മുഖം നോക്കി തന്നെ പുള്ളിക്കാരി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവെന്ന് പറഞ്ഞാൽ വെറുതെ എല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ല, വിശ്വാസം. അതായത് ഈശ്വരവിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള, അതുപോലെ തന്നെ സർപ്പക്കാവിലെ കളമെഴുത്ത് അവിടെ ഇരിക്കുകയും അവിടെ നമുക്ക് ദർശനം വരികയും ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ അന്ന് ഞാൻ പരിചയപ്പെട്ടു. അതിനുശേഷം ഇന്ന് വരെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പറയുകയും നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒന്ന് തലയിൽ കൈ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഉറപ്പായിട്ട് അത് നടന്നിരിക്കും. എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ്, ഞാൻ പോവുകയാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മോളെ അത് നടക്കും എന്ന് ഉറപ്പായിട്ടും പറഞ്ഞ ഒരു കാര്യം സാധിച്ചു തന്നതിന് ഞാൻ അവിടെ കൊടുക്കുന്ന എണ്ണയും തിരിയുവാണിത്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇതൊക്കെ പറയുമ്പോൾ ഒരു അന്ധവിശ്വാസമായിട്ട് തോന്നും. പക്ഷേ ഇത് അന്ധവിശ്വാസമല്ല, ഇത് ഈശ്വരവിശ്വാസമാണ്. എനിക്ക് നല്ല ഉറപ്പായി. എനിക്ക് എൻ്റെ സംശയങ്ങളെല്ലാം പോയി. അറിയാലോ, സർപ്പക്കാവിലൊക്കെ ഉത്സവത്തിന് അവിടെ കളമെഴുത്ത് അവിടെ ഇരിക്കുകയും ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊന്നും അറിയില്ല ആ സമയത്ത് പുള്ളിക്കാരത്തിയിൽ ഒരു ഈശ്വര ചൈതന്യം അവിടെ വരികയും നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പുള്ളിക്കാരി പറയുകയും കൂടെ ചെയ്യും. അപ്പം നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾക്ക് നടന്നു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട എണ്ണയും തിരിയുമാണ്. ഞാൻ നേർന്നതാണ്. അപ്പോൾ ഇത് വീടാണ്. അപ്പോൾ ഞാൻ സരസിനെ ഒന്ന് കാണിക്കാം. നിങ്ങളുടെ എല്ലാവരും ഇവിടെ വരണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയൊന്നും വരണ്ട. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. ഈ വരുന്ന 30-31 അവിടെ ഉണ്ടാവും. ദൈവത്തെ പോലെ നമുക്കവിടെ ചെന്ന് തൊഴാം, നമ്മുടെ സങ്കടങ്ങൾ പറയാം കേട്ടോ. അപ്പം ഞാൻ ഇനി ആളെ ഒന്ന് കാണിക്കാമേ. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്ന് എനിക്ക് കൊണ്ട് തന്നില്ലേ. മോളെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കും കേട്ടോ. സമാധാനപ്പെടും. ഓ ശാന്തി, എല്ലാ വക ഇതും കിട്ടട്ടെ, അനുഗ്രഹങ്ങൾ കിട്ടട്ടെ. അവർക്ക് ഇത് കൊടുത്തതിൽ സന്തോഷം. കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് വെക്കുന്ന എണ്ണയും തിരിവാണ്. അവരുടെ കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞ് അത് സാധിച്ച് ഇത് നടക്കും എന്ന് പറഞ്ഞാൽ അത് നടന്നതിന് ശേഷം അവർ കൊണ്ട് കൊടുക്കുന്ന എണ്ണയും തിരിവാണത്. കണ്ടല്ലോ. വീട് ഒരു ദേവാലയം, ഹൃദയം ഒരു ദേവാലയം. ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഹൃദയം ദേവാലയം പോയ അതെന്ന് പറഞ്ഞ പോലെ ഇത് ഈ വീടൊരു ദേവാലയമാണ് കേട്ടോ. ഭഗവാന്റെ ഒരു അനുഗ്രഹമുള്ള എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും വിളക്കൊക്കെ വെക്കും. ഭയങ്കര ഐശ്വര്യമാണ് ഇവിടെ വന്നാൽ. രാവിലെ നല്ല ഭക്തിഗാനമൊക്കെ വെച്ച് സരസ് ഇങ്ങനെ എന്താ പറയുക, ഒരു